മലയാളത്തിൽ നിരവധിയായിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മനോഹരങ്ങളായ പല സിനിമകളുമുണ്ട്. അതിൽ പലതും ഒരിക്കൽ കണ്ടതിന് ശേഷം വീണ്ടും വീണ്ടും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകളാണ്. എന്നാൽ ചില സിനിമകളുണ്ട്, ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് കാണാൻ നമുക്ക് കഴിയണമെന്നില്ല. കാണരുതേ എന്ന് ആഗ്രഹിക്കുന്ന സിനിമകൾ. അത് ആ സിനിമ മോശമായതുകൊണ്ടല്ല, മറിച്ച് ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം അല്ലെങ്കിൽ ആ സിനിമയുടെ കഥാഗതി ഇവയൊന്നും ഒരിക്കൽ കണ്ടു തീർത്തതുപോലെ വീണ്ടും അത് കാണാനുള്ള ശേഷി അല്ലെങ്കിൽ അത് കണ്ടു തീർക്കാനുള്ള മനോധൈര്യം നമുക്കില്ലാത്തത് കൊണ്ട് കാണാൻ ശ്രമിക്കാത്ത സിനിമകളുണ്ട്. അത്തരത്തിൽ പെടുന്ന ഒരു സിനിമയാണ് ബ്ലസ്സി രചനയും സംവിധാനവും നിർവഹിച്ച് 2005 പുറത്തിറങ്ങിയ തന്മാത്ര. മോഹൻലാൽ നായകനായ ഈ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വൈകാരിക ചിത്രങ്ങളിൽ ഒന്നായി തന്നെ കണക്കാക്കാം. ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും ബ്ലസ്സിയാണ്. പ്രധാന അഭിനേതാക്കൾ മോഹൻലാൽ, രമേശൻ നായർ എന്ന കഥാപാത്രം, മീര വാസുദേവൻ, ലേഖ, അർജുൻ ലാൽ, മനു, നെടുമുടി വേണു രമേശൻ്റെ അച്ഛൻ, ജഗതി ശ്രീകുമാർ, ജോസഫ്. പത്മരാജന്റെ ഓർമ്മ എന്ന ചെറുകഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സാധാരണ കുടുംബനാഥനായ രമേശൻ നായർക്ക് അപ്രതീക്ഷിതമായി പിടിപെടുന്ന അൽഷിമേഴ്സ് രോഗവും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. 2005 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ പലതും തന്മാത്ര എന്ന ഈ ചിത്രം നേടിയിട്ടുണ്ട്. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച തിരക്കഥ, മികച്ച ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് എന്നിവ ഇവ സ്വന്തമാക്കി. മോഹൻലാലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി രമേശൻ നായർ എന്ന കഥാപാത്രം വിലയിരുത്തപ്പെടുന്നു. മകൻ മനുവിനെ IAS ഓഫീസറാക്കണമെന്ന രമേശന്റെ സ്വപ്നവും അവർ തമ്മിലുള്ള ബന്ധവും ഹൃദയസ്പർശിയായി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മോഹൻ സിതാർ ഒരുക്കിയ ഈ ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരനും സംവിധായകനുമായിരുന്ന P. പത്മരാജന്റെ ശ്രദ്ധേയമായിട്ടുള്ള ഓർമ്മ എന്ന കഥയാണ് ഈ സിനിമയ്ക്ക് ആധാരമായത് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ആ കൃതിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അൽഷിമേഴ്സ് അഥവാ മറവി രോഗം ബാധിച്ച ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും മാനസികാവസ്ഥയും ജീവിതത്തെയുമാണ് ഈ കഥ വരച്ചു കാട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പെട്ടെന്നൊരു ദിവസം നമ്മുടെ പഴയ ഓർമ്മകളെല്ലാം നശിച്ചാലുള്ള ഒരവസ്ഥ. അത്തരത്തിൽ ഓർമ്മകൾ ഓരോന്നോരോന്നായി മാഞ്ഞു പോകുന്നതിൻ്റെ വേദനയും അത് എത്തരത്തിലാണ് മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന ആഘാതവും പത്മരാജൻ ഇതിൽ ആവിഷ്കരിക്കുന്നുണ്ട്. പത്മരാജന്റെ മറ്റ് കഥകളെ പോലെ തന്നെ തീവ്രമായ വികാരങ്ങളും മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളും ഈ കഥയിലും പ്രകടമാണ്. യാഥാർത്ഥ്യ ബോധവും വൈകാരികതയും കലർന്ന ഒരു ശൈലിയാണ് ഇതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമയുമായിട്ടുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ ചെറുകഥയിലെ രമേശൻ നായർ എന്ന കഥാപാത്രത്തെയും അദ്ദേഹത്തിന്റെ അവസ്ഥയെയും വിപുലീകരിച്ചിട്ടാണ് ബ്ലസ്സി തന്മാത്ര എന്ന മനോഹരമായ സിനിമ ഒരുക്കിയത്. അൽഷിമേഴ്സിന്റെ കാഠിന്യം മലയാള സാഹിത്യത്തിൽ ഇത്രയും തീവ്രമായി അവതരിപ്പിച്ച മറ്റൊരു രചനയുണ്ട് എന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. 2005 പുറത്തിറങ്ങിയ ഈ സിനിമയിലെ മോഹൻലാലിന്റെ രമേശൻ നായർ എന്ന കഥാപാത്രം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ സത്യസന്ധനും കാര്യക്ഷമതയുള്ളതുമായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു രമേശൻ നായർ. തൻ്റെ മകൻ മനുവിനെ ഒരു IAS ഓഫീസറാക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും കൂടിയാണ്. ജീവിതത്തിൻ്റെ സുവർണ കാലത്ത് അപ്രതീക്ഷിതമായി പിടിപെടുന്ന ഏർലി ഓൺസെറ്റ് അൽഷിമേഴ്സ് രമേശൻ നായരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ഓർമ്മകൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെടുകയും ഓഫീസിൽ വെച്ച് വസ്ത്രം മാറാൻ ശ്രമിക്കുന്നത് പോലുമുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ പ്രകടിപ്പിക്കുന്നതും ചെയ്യുന്ന രംഗങ്ങൾ അത്യന്തം വേദനാജനകമാണ്. സിനിമയുടെ ആദ്യ പകുതിയിൽ സ്നേഹനിധിയായ അച്ഛനായും ഭർത്താവായും തിളങ്ങുന്ന രമേശൻ നായർ രണ്ടാം പകുതിയിൽ പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെയായി മാറുന്നുണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധവും രമേശന്റെ അവസ്ഥയോട് കുടുംബം പ്രതികരിക്കുന്ന രീതിയും ചിത്രത്തെ മനോഹരമായി ആവിഷ്കരിക്കുന്നു. ശാരീരിക ഭാഷയിലും നോട്ടത്തിലും സംസാരത്തിലുമെല്ലാം വരുത്തിയ സൂക്ഷ്മമായ മാറ്റങ്ങളിലൂടെ മോഹൻലാൽ ഈ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി തീർത്തു.
ഈ പ്രകടനത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിക്കുകയുണ്ടായി. മറ്റ് കഥാപാത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ലേഖ അവതരിപ്പിച്ചത് മീര വാസുദേവൻ, രമേശൻ നായരുടെ ഭാര്യ. ഭർത്താവിന്റെ രോഗാവസ്ഥയിൽ തളർന്നു പോകാതെ കുടുംബത്തെ താങ്ങി നിർത്തുന്ന കരുത്തുറ്റ കഥാപാത്രമാണവർ. മീര വാസുദേവന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്ന്. മനു അർജുൻ ലാലാണ് അവതരിപ്പിച്ചത്. രമേശന്റെ മകൻ, അച്ഛന്റെ സ്വപ്നങ്ങൾ സ്വന്തം ചുമലിലേറ്റുന്ന മകൻ. അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധം ഈ സിനിമയുടെ ജീവനാണ്. നെടുമുടി വേണു രമേശന്റെ അച്ഛൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. മകന്റെ അവസ്ഥ കണ്ട് വിങ്ങുന്ന ഒരു അച്ഛന്റെ വേദന നെടുമുടി വേണു തന്മയത്വത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജോസഫ് ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപാത്രം. രമേശന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമാണ് അദ്ദേഹം. രോഗാവസ്ഥയിൽ രമേശനെ സഹായിക്കുവാൻ കൂടെ നിൽക്കുന്ന ആത്മാർത്ഥ സുഹൃത്തായി ജഗതി ഇതിൽ തിളങ്ങി. മോഹൻ സിത്താര ഇണമിട്ട ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും മലയാളിക്ക് പ്രിയപ്പെട്ടതാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഇതിലെ വരികൾ എഴുതിയത്. മേലെ വെള്ളിച്ചന്ദ്രൻ എന്ന ഗാനം പാടിയത് കാർത്തിക്. സിനിമയുടെ തുടക്കത്തിലെ സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷം പകരുന്ന ഗാനമാണിത്. മിണ്ടാതെ മിന്നുന്ന പാടിയത് MG ശ്രീകുമാർ. രമേശൻ നായരുടെ ഗൃഹാതുരതവും പ്രണയവും നിറഞ്ഞു നിൽക്കുന്ന ഗാനം. ഇതളൂർന്നു വീണ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. ഇത് പാടിയത് മോഹൻലാൽ തന്നെയാണ്. സിനിമയുടെ പശ്ചാത്തലത്തിൽ ഏറെ വേദന ഉണർത്തുന്ന വരികളാണ് ഈ പാട്ടിനുള്ളത്. സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ വെച്ച് താൻ ജോലി ചെയ്യുന്നത് പോലും മറന്നുപോകുന്ന രമേശൻ നായരുടെ രംഗം കാണികളുടെ കണ്ണ് നിറയ്ക്കുന്നതാണ്. സിനിമയിലെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രംഗമാണിത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രോഗം എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് ആ രംഗത്തിലൂടെ ബ്ലസ്സി മനോഹരമായി കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ചും പറയേണ്ടതുണ്ട്. തന്മാത്രയുടെ ക്ലൈമാക്സ് പ്രേക്ഷകരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. രമേശൻ നായർക്ക് തൻ്റെ ഓർമ്മകൾ പൂർണ്ണമായി നഷ്ടപ്പെടുകയും അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയുടെ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. തൻ്റെ മകൻ മനു IAS ഓഫീസറായി ചാർജ് എടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ രമേശൻ നായർ എത്തുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് തൻ്റെ മകനെ തിരിച്ചറിയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. തൻ്റെ സ്വപ്നം സഫലമായതറിയാതെ ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന രമേശന്റെ അവസ്ഥ മനുഷ്യജീവിതത്തിന്റെ നിസ്സഹായ അവസ്ഥയാണ് തുറന്നു കാട്ടുന്നത്. ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണം ആ കുടുംബത്തിന് ഒരു വലിയ ശൂന്യതയാണ് അവശേഷിപ്പിക്കുന്നത്. മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും വികാരങ്ങളും പ്രമേയമാക്കുന്നതിൽ മാസ്റ്ററാണ് ബ്ലസ്സി എന്ന് തന്നെ പറയാം. തന്മാത്രയ്ക്ക് ശേഷവും സമാനമായിട്ടുള്ള വൈകാരിക തലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2004 പുറത്തിറങ്ങിയ കാഴ്ച ഗുജറാത്ത് ഭൂകമ്പത്തിൽ കുടുംബം നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ അവനെ ദത്തെടുക്കുന്ന മാധവന്റെ കഥയാണ് പറയുന്നത്. 2009 ഭ്രമരം പ്രതികാരവും സൗഹൃദവും പ്രമേയമായ ഒരു ചിത്രം. പ്രണയം 2011 വാർദ്ധക്യത്തിലെ പ്രണയത്തെയും ഓർമ്മകളെയും കുറിച്ച് സംസാരിക്കുന്ന ചിത്രം. ഒടുവിൽ 2024 പുറത്തിറങ്ങിയ ആടുജീവിതം ബെന്യാമിൻ്റെ നോവലിനെ ആസ്പദമാക്കി ബ്ലസ്സി ഒരുക്കിയ ചിത്രം. അതിജീവനത്തിൻ്റെ കഥയാണല്ലോ ഇത് പറയുന്നത്. പൃഥ്വിരാജിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വേഷം. ഈ സിനിമകളെ കുറിച്ച് നമുക്ക് വരുംകാല വീഡിയോകളിൽ സംസാരിക്കാം. മോഹൻലാൽ ബ്ലസ്സി കൂട്ടുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ തന്നെ എല്ലാവരും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സൗഹൃദമാണ്. ബ്ലസ്സി സിനിമകളിൽ മോഹൻലാൽ അഭിനയിക്കുമ്പോഴൊക്കെ മികച്ച പ്രകടനങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. തന്മാത്രയിലെ രമേശൻ നായർ, ഭ്രമരത്തിലെ ശിവൻകുട്ടി, പ്രണയത്തിലെ മാത്യൂസ് എന്നീ 3 കഥാപാത്രങ്ങളും ശാരീരികമായും മാനസികമായും വലിയ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടത് തന്നെയായിരുന്നു.